തൃശൂർ ജില്ലയിലെ 9 തീരദേശ പഞ്ചായത്തുകളിൽ അടിയന്തരമായി കുടിവെള്ളമെത്തിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നാട്ടിക ഫർക്ക പദ്ധതിക്ക് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലേക്കാണ് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുമാണ് നിർദ്ദേശം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി. വരാഹി അസോസിയേറ്റ് സിഇഒ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പുലി പശുക്കുട്ടിയെ കൊന്നു. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. ഭീതിയിൽ പാലപ്പിള്ളി നിവാസികൾ. പുലിയെത്തിയ സ്ഥലത്ത് വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു. മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന ഉണ്ടാക്കാനാണ് ബിജെപി RSS ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയത എന്ന വാക്കുച്ചരിക്കാൻ RSSന് അവകാശമില്ലെന്നും ബിനോയ് വിശ്വം. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ച് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിലെ തീരദേശത്തുള്ള 9 പഞ്ചായത്തുകളിൽ അടിയന്തരമായി കുടിവെള്ളമെത്തിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നേരത്തെ ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിന് പുറപ്പെടുവിച്ച ഉത്തരവ് നാട്ടിക ഫർക്ക പദ്ധതിക്ക് കീഴിൽ വരുന്ന മറ്റു പഞ്ചായത്തുകളായ ഏങ്ങണ്ടിയൂർ, വാടാൻപിള്ളി, തളിക്കുളം, നാട്ടിക, വലപ്പാട്, എടത്തിരുത്തി, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം തുടങ്ങിയ ഇടങ്ങളിലും നടപ്പാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. കുടിവെള്ളം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുമാണെന്ന് വ്യക്തമാക്കിയ കോടതി ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് കളക്ടർക്കും നിർദ്ദേശം നൽകി. ഉത്തരവ് നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ സെക്രട്ടറിമാർ ഉത്തരവാദികളായിരിക്കുമെന്നും കോടതി അറിയിച്ചു. പൈപ്പ് ലൈൻ വഴിയോ ടാങ്കർ ലോറിയിലേക്കോ കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തണമെന്നായിരുന്നു 2023 ഉത്തരവ്. തുടർച്ചയായ കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് PC ധർമ്മരാജൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി. വരാഹി അസോസിയേറ്റ്സ് സിഇഒ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സുരേഷ് ഗോപിക്ക് എത്താൻ ആംബുലൻസ് വിളിച്ചുവരുത്തിയത് അഭിജിത്താണെന്ന് ആംബുലൻസ് ഡ്രൈവർ നേരത്തെ മൊഴി നൽകിയിരുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കൈകാര്യം ചെയ്തത് വരാഹി അസോസിയേറ്റ്സ് ആയിരുന്നു. പൂരനഗരിയിലെത്താൻ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച് CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷാണ് പോലീസിന് പരാതി നൽകിയിരുന്നത്. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. ഭീതിയിൽ പാലപ്പിള്ളി നിവാസികൾ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപത്താണ് പുലി ഇറങ്ങിയത്. കൂനത്തിൽ ഹമീദിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടികൂടിയത്. പുലർച്ചെയായിരുന്നു സംഭവം. പശുക്കളുടെ കൂട്ടത്തോടെയുള്ള ശബ്ദം കേട്ടെത്തിയ വീട്ടുകാരാണ് തോട്ടത്തിൽ പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് സമീപത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഏറെ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ തോടിന്റെ കരയിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. 2 ദിവസം മുമ്പ് വേലുപ്പാടം പുലിക്കണ്ണിയിൽ റോഡിൽ കടുവയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ വനപാലകരും മലയോര കർഷക സമിതി പ്രവർത്തകരും മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനിടെയാണ് തോട്ടിൽ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഈ കാൽപ്പാടുകൾ പുലിയുടേതോ കടുവയുടേതോ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി കടുവയുടേതെന്ന് സംശയിക്കുന്ന ശബ്ദം തോട്ടത്തിൽ നിന്ന് കേട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. ഇതേ തുടർന്ന് വനപാലകരെ വിവരമറിയിച്ചിട്ടും അധികൃതർ എത്തിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പുലർച്ചെ മുതൽ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. TC വിനോസ്, പുതുക്കാട്. പാലപ്പിള്ളിയിൽ തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം പുലിയെത്തിയ സ്ഥലത്ത് വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു.
ശനിയാഴ്ച പുലർച്ചെ പശുക്കുട്ടിയെ പുലി പിടിച്ചതിന് സമീപത്താണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറ മോഷൻ ഡിറ്റക്ടർ സംവിധാനമാണ്. ക്യാമറയുടെ മുന്നിലൂടെ ചലിക്കുന്ന വസ്തുക്കൾ കടന്നുപോയാൽ താനെ ചിത്രം പകർത്തുന്ന സംവിധാനമാണിത്. ക്യാമറയിലെ മെമ്മറി കാർഡിൽ പതിയുന്ന ചിത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അധികൃതർ പരിശോധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ദിവസേന മെമ്മറി കാർഡ് പരിശോധിക്കാനാണ് തീരുമാനമെന്ന് പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ PD രതീഷ് പറഞ്ഞു. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന ഉണ്ടാക്കാനാണ് BJP RSS ശ്രമമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ദളിത് അവകാശ സമിതിയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. 100 കൊല്ലമായി RSS നുണപ്രചാര വേലകൾ നടത്തുകയാണ്. ആടിനെ പട്ടിയാക്കാൻ RSSന് മടിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാർലമെന്റിൽ അണപൊട്ടി ഒഴുകിയ അംബേദ്കർ സ്നേഹം നമ്മൾ കണ്ടു. അമിത്ഷായുടെ വക അംബേദ്കറെയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ ഒരിക്കലും പൊറുപ്പിക്കാനാകാത്ത ആ പ്രസംഗത്തെ ചൊല്ലി രാജ്യമാകെ അലകടിച്ചുയർന്ന പ്രതിഷേധ കൊടുങ്കാറ്റിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് അമിത്ഷാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അംബേദ്കർ മഹാനാണ്, അംബേദ്കർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഈ കൂട്ടരെ പറ്റി നാം എന്താണ് പറയേണ്ടത്? ഇതാണ് വാസ്തവത്തിലുള്ള ഫാസിസ്റ്റ് പ്രചരണ ശൈലി. ആടിനെ പട്ടിയാക്കാൻ അവർക്ക് മടിയില്ല. ഈ അംബേദ്കർ വിരുദ്ധ പ്രചാരവരയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും മനുസ്മൃതി ചർച്ചാ വിഷയമാവുകയാണ്. മനുസ്മൃതി സത്യം പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാതുർവർണ്ണത്തിൻ്റെ പ്രകടന പത്രികയാണ്. ദേശീയത എന്ന വാക്ക് ഉച്ചരിക്കാൻ RSSന് അവകാശമില്ലെന്നും ഫാസിസ്റ്റ് പ്രചാരവേലകളുമായി ഇവർ മുന്നോട്ടു പോകുമ്പോൾ LDF ശക്തിപ്പെട്ടേ മതിയാവൂ എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാജൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് A രാമമൂർത്തി, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLA മാരായ P ബാലചന്ദ്രൻ, V ശശി, CC മുകുന്ദൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CN ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. പാലത്തിന് താഴെ ക്രിമിനലുകളും സാമൂഹ്യവിരുദ്ധരും തമ്പടിക്കുന്നുവെന്ന പരാതിയിൽ ചാവക്കാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ഫയലാക്കിയ ഹർജിയിൽ ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അജു M ജോണി, ER ഗോപിനാഥൻ, PV ഗിരീഷ്, KB ജയഘോഷ് എന്നിവരാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. 1 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്താൻ തീരുമാനിച്ചിരുന്നു. തീരുമാനം നടപ്പിലാക്കാത്തതിനെ തുടർന്ന് പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരും നാടോടികളും തമ്പടിക്കുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാടോടികൾ മാറിപ്പോയിട്ടില്ല. വർഷങ്ങളായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചെണ്ട നിർമ്മാണ നാടോടി സംഘം മണ്ഡല മകരവിളക്ക് സീസണിൽ ഗുരുവായൂരിൽ എത്താറുണ്ട്. മണ്ഡലകാലം കഴിയുന്നതോടെ ഇവർ തിരിച്ചുപോകും. സീസൺ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടോടികളെ ഒഴിപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് നഗരസഭയും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. പാലത്തിന് താഴെക്കൂടെയുള്ള ഗതാഗത നിയന്ത്രണത്തിനുള്ള മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു. ആഴ്ചയിൽ ഫോഗിംഗ് നടത്താനും 2 ആഴ്ച കൂടുമ്പോൾ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പാലത്തിന് താഴെ ലഘുഭക്ഷണശാലകൾ ആരംഭിക്കുന്നതിന് ടെൻഡർ നൽകും. ഇതു സംബന്ധിച്ച് അടുത്ത കൗൺസിൽ യോഗത്തിൽ തീരുമാനമാകും. TCV ന്യൂസ്, ഗുരുവായൂർ. ഭരണഘടനയുടെ നിലനിൽപ്പ് തന്നെ ഏറെ വെല്ലുവിളി നേരിടുകയാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന ഇന്ത്യൻ ഭരണഘടനയും ദളിത് അവകാശങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ശക്തികൾ മൌലികാവകാശങ്ങളെ ചോദ്യം ചെയ്യുകയാണെന്നും ജനാധിപത്യം, മതേതരത്വം എന്നിവ കീഴ്മേൽ മറിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് വിഷയാവതരണം നടത്തി. ദളിത് അവകാശ സമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാജൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് A രാമമൂർത്തി, MLA മാരായ P ബാലചന്ദ്രൻ, V ശശി, CPI നേതാക്കളായ KP രാജേന്ദ്രൻ, KK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് എന്ന് പ്രത്യേകമായ ഉദാഹരണങ്ങളില്ലാതെ നമുക്ക് ബോധ്യമാക്കാൻ കഴിയുന്ന ഒരു ഘട്ടം. ഭരണഘടന മാത്രമല്ല, ലോകം വാഴ്ത്തിയ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറൽ സംവിധാനത്തിലൂന്നിയ സെൻട്രൽ സംസ്ഥാന ബന്ധങ്ങളും എല്ലാം കീഴ്മേൽ മറിയുന്ന ഒരു സ്ഥിതി നമ്മുടെ മീതെ സംജാതമായിരിക്കുന്നു.
അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശങ്ങൾ അടക്കമുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ജനാധിപത്യ വ്യവസ്ഥയിൽ പൗരന്മാരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതുമാണ് അടിസ്ഥാന അവകാശങ്ങൾ. സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് എം ടി. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയസ്തംഭനം ഉണ്ടായതായും ആരോഗ്യനില ഗുരുതരമാണെന്നും കഴിഞ്ഞ ദിവസം ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ പുറത്തിറക്കിയിരുന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ ഫ്രൂട്ട്സ് കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിച്ചാണ് കാർ കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടകളിലേക്ക് സാധനങ്ങളുമായി എത്തിയ വാഹനങ്ങളിലാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായും ഫ്രൂട്ട്സ് കട പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കടയുടെ മുന്നിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തലൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കാളൻ വീട്ടിൽ ജോസ്, മുണ്ടൂർ സ്വദേശികളായ കാർ യാത്രികർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോയിലുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ഓട്ടോയിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഇരുവാഹനങ്ങളും സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചുകയറി. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചേലക്കര തിരുവില്ലാമലയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന കാള വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാമ്പാടി മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജൻ ഡോക്ടർ രാമു സ്ഥലത്തെത്തി മയക്ക് ഇഞ്ചക്ഷൻ നൽകി. പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ കാളയെ പിടിച്ചുകെട്ടി. മുറിവുകൾ പറ്റിയ കാളയ്ക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. കാളയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ പൌരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 12ാമത് ബോൺ നത്താലെ വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 5-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിക്കുന്ന റാലി തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റി സമാപിക്കും. കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക, മതമേഖലയിലെ പ്രമുഖർ എന്നിവർ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും. വയനാട് ദുരന്തവും തൃശൂർ ലേണിംഗ് സിറ്റിയും ക്രിസ്മസ് വില്ലേജുമെല്ലാം അവതരിപ്പിക്കുന്നതുമായി 21 ഫ്ലോട്ടുകൾ ഇത്തവണത്തെ പ്രത്യേകതയാണ്. കൂടാതെ 60 അടി നീളത്തിൽ ചലിക്കുന്ന LED ഏദൻ തോട്ടം വേറിട്ടതായി മാറും. പുതിയതായി തയ്യാറാക്കുന്ന തീം സോങ്ങിനോടൊപ്പം 15-ലധികം ടീമുകൾ റാലിയിലുടനീളം ഫ്ളാഷ് മോബിൽ ചുവടുവയ്ക്കും. കൂടാതെ അതിരൂപതയിലെ 107 ഇടവകകളിൽ നിന്നായി 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാരും ബോൺ നത്താലയിൽ ചുവടുവയ്ക്കും. കഴിഞ്ഞ ബോൺ നത്താലയ്ക്ക് നിർമ്മിച്ച കാരുണ്യഭവനങ്ങളുടെ താക്കോൽദാനവും ഈ ബോൺ നത്താലയ്ക്ക് നിർമ്മിക്കുന്ന കാരുണ്യഭവനങ്ങളിൽ 2 വീടുകളുടെ ഫണ്ട് കൈമാറ്റവും ഇതോടൊപ്പം നടക്കും. ബോൺ നത്താലയുടെ ഭാഗമായി ഈ മാസം 26 മുതൽ 31 വരെ ഹാർഫെസ്റ്റ് എന്ന പേരിൽ എക്സിബിഷനും സംഘടിപ്പിക്കുന്നുണ്ട്. മേയറും ബിഷപ്പും ചേർന്ന് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം നടത്തി. തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മേയർ MK വർഗീസ്, വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തലപ്പിള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് വടക്കാഞ്ചേരി ഫൊറോന പള്ളി ഹാളിൽ നടന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ചേർന്ന് 11 പട്ടയങ്ങൾ കൈമാറി. MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 449 പരാതികൾ പരിഗണിച്ചു. അദാലത്തിലെത്തിയ മുഴുവൻ പരാതികളിലും അടിയന്തര പരിഹാരം കാണുന്നതിനായി വകുപ്പുതല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വയോജന പരിപാലന രംഗം സമൂഹത്തിലെ ഏറ്റവും ശ്രദ്ധ വേണ്ട മേഖലയാണെന്ന് മന്ത്രി ആർ ബിന്ദു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാന വയോജന വിഭവ കേന്ദ്രത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജന പരിപാലനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഭരണ സംവിധാനങ്ങൾക്ക് തങ്ങളുടെ കടമകൾ കൂട്ടായി നിർവഹിക്കാൻ ജാഗ്രത ഉണ്ടാകണം. ശാസ്ത്രീയ പരിചരണത്തിന് ഹോം നഴ്സിംഗ് സ്ഥാപനങ്ങൾ തയ്യാറെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു.
വയോജന പരിപാലന പരിശീലന പുസ്തകം മന്ത്രി പ്രകാശനം ചെയ്തു. ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന വയോജന വിഭവ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ.എസ്. ഷാജി, ഡോക്ടർ എസ്. ഗോപകുമാർ, ഡോക്ടർ അശോകൻ, ഡോക്ടർ ബി.എം. ഷമീന, പ്രൊഫസർ ഗോപകുമാർ, പ്രൊഫസർ രമാദേവി എന്നിവർ സംസാരിച്ചു. മേഖലയിലുമെല്ലാം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ നിമിത്തം നമ്മുടെ രോഗാതുരതയും അത് കുറച്ചു കൊണ്ടുവരാനും ആയുർദൈർഘ്യം നീട്ടി കിട്ടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സാമാന്യന ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭദ്രമായിട്ടുള്ള ജീവിതം. ഉന്നത വിദ്യാഭ്യാസ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള PM ഉഷ പദ്ധതിക്ക് കീഴിലുള്ള സമഗ്ര ധനസഹായ പാക്കേജ് കേരളത്തിനായി 405 കോടി രൂപ അനുവദിച്ചു. MRUAയിൽ 3 സർവകലാശാലകൾക്ക് 100 കോടി രൂപ വീതവും, GSUവിൽ 1 സർവകലാശാലയ്ക്ക് 20 കോടി രൂപയും, GSCയിൽ 11 കോളേജുകൾക്ക് 5 കോടി രൂപ വീതവും, GIEI പ്രകാരം തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകൾക്ക് 10 കോടി രൂപ വീതവും ലഭിക്കും. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിന് GSU വിഭാഗത്തിൽ 5 കോടി രൂപയും ലഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതിയെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ജിഹ്റുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. മച്ചിങ്ങൽ ക്ഷേത്രത്തിൽ നിന്നും 2ഉം, ഇരവിമംഗലം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് 1ഉം, കൊട്ടേക്കാട്ടുപറമ്പിൽ കുടുംബക്ഷേത്രത്തിൽ നിന്ന് 2 വിളക്കുകളും പണവുമാണ് പ്രതി മോഷ്ടിച്ചത്. മലപ്പുറത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. SHO TP ഫർഷാദ്, പ്രിൻസിപ്പൽ SI ജീസ് മാത്യു, SI ക്ലിന്റ്, CPOമാരായ അഭിഷ് ആന്റണി, ആൽബിൻ ജോയ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിലെ കണക്കിൽ കൃത്രിമം കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കേനടയിലെ സ്വകാര്യ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് പാലയൂർ തുപ്പത്ത് വീട്ടിൽ സന്ദീപ് T. ചന്ദ്രനെയാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G. അജയകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. വിവാഹങ്ങൾക്കും മുറികൾക്കും അഡ്വാൻസായി നൽകുന്ന തുക രശീതിയിൽ കൃത്രിമം കാട്ടി സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലോഡ്ജ് ഉടമയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരെ കബളിപ്പിച്ച് വീണ്ടും പണം കവർന്നു. മിസ്ബ ഫാൻസിയിലെ ജീവനക്കാരെ കബളിപ്പിച്ചാണ് പണം കവർന്നത്. സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം ഓട്ടോക്കാരന് പണം നൽകാനുണ്ടെന്നും ഗൂഗിൾ പേ വഴി അയക്കാം എന്നും വിശ്വസിപ്പിച്ച് 500 രൂപ കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. ജീവനക്കാരോട് സൌഹൃദം നടിച്ച് സഹോദരിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആഭരണങ്ങൾ വാങ്ങി തുടർന്ന് 50 രൂപയ്ക്ക് ചേഞ്ച് ആവശ്യപ്പെടുകയും ചെയ്തു. ചേഞ്ച് വാങ്ങി കടയിൽ നിന്ന് പുറത്തുപോയി മടങ്ങിവന്ന് 50 രൂപ കടക്കാർക്ക് കൈമാറിയ ശേഷം ഗൂഗിൾ പേ വഴി അയക്കാം എന്ന് പറഞ്ഞ് കടയിൽ നിന്നും 500 രൂപ വാങ്ങുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. സമാന രീതിയിൽ വടക്കാഞ്ചേരിയിലെ മറ്റൊരു ഫാൻസി കടയിലും ഇത്തരത്തിൽ കബളിപ്പിച്ച് 1000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് വന്നെത്തിയതോടെ ക്രിസ്മസ് വിപണിയും സജീവമായി. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈവിധ്യമാർന്ന കേക്ക് വിപണിയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. ക്രിസ്മസ് ആഘോഷത്തിന്റെ മധുരവും മണവും രുചിയുമെല്ലാം പകരുന്നത് കേക്കുകളാണ്. കേക്കില്ലാതെ ക്രിസ്മസ് ആഘോഷമില്ല. യൂറോപ്പിൽ നിന്ന് വന്ന ക്രിസ്മസ് കേക്കുകൾ ഇന്ന് നമ്മുടെ സ്വന്തം വിഭവമായി മാറിക്കഴിഞ്ഞു. ക്രിസ്മസിന്റെ ഭാഗമായി ആരംഭിക്കുന്ന കേക്ക് വിപണി പുതുവർഷം വരെ സജീവമായിരിക്കും. 300 കോടിയിൽ പരം രൂപയുടെ കേക്ക് വിൽപ്പനയാണ് ഇക്കാലത്ത് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത്തവണയും കേക്ക് വിപണിയിൽ വൈവിധ്യങ്ങൾ ഏറെയാണ്. കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെയുള്ളവരുടെ രുചിഭേദങ്ങൾ ത്രസിപ്പിക്കുന്നതും നയനമനോഹാരിത നൽകുന്നതുമായ വിവിധ തരം കേക്കുകളാണ് വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി സജീവമായതായും കേക്കുകൾക്ക് വിലവർദ്ധനവ് ഉണ്ടെങ്കിലും ആവശ്യക്കാർ ഏറെയാണെന്നും ക്രീം കേക്കുകളെ അപേക്ഷിച്ച് പ്ലം കേക്കുകൾക്കാണ് ആവശ്യക്കാർ ഏറെയെന്നും വ്യാപാരിയും കേക്ക് നിർമ്മാതാവുമായ വിവേക് ബി നായർ പറഞ്ഞു. കേക്ക് വിപണി വളരെ സജീവമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വില കൂടുതലാണെന്നുണ്ടെങ്കിലും പ്രാവശ്യം പ്ലം കേക്കുകൾക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കാണുന്നത്. ഫ്രഷ് ക്രീം കേക്കുകളും ഒപ്പം തന്നെ പുഡിംഗ് കേക്കുകൾ, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വില നിലവാരം കൂടുതലാണ് എങ്കിലും എല്ലാവരും കേക്കുകൾ വാങ്ങി ആഘോഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പല രുചിഭേദങ്ങളിലുള്ള
വിവിധതരം പ്ലം പുഡിംഗ് കേക്കുകൾക്ക് പുറമെ ഫ്രഷ് ക്രീം കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, മാംഗോ, സ്ട്രോബെറി, കാരറ്റ് കേക്ക്, ചോക്കോനട്ട്, ആൽമണ്ട്, ചോക്കോ, വിവിധ ഫ്ലേവറുകളിലുള്ള റെഡ് ബി, ടെൻഡർ കോക്കനട്ട്, പിസ്ത, ഒറിജിൻ, റെഡ് വെൽവെറ്റ്, വാൻജോ, ബ്ലൂബെറി, ആൽമണ്ട്, ബട്ടർ സ്കോച്ച് തുടങ്ങി വിവിധ ഫ്ലേവറുകളിലുള്ള വൈവിധ്യങ്ങളായ ക്രീം കേക്കുകളും ബേക്കറി മെയ്ഡ് കേക്കുകൾക്ക് പുറമെ ഹോം മെയ്ഡ് കേക്കുകളും ഇന്ന് വിപണിയിൽ സജീവമാണ്. 380 രൂപ മുതൽ 900 രൂപ വരെയാണ് പ്ലം കേക്കുകളുടെ വില. ഫ്രഷ് ക്രീം കേക്കുകൾക്ക് 550 രൂപ മുതൽ 1500 രൂപയിലേറെയാണ് വില. കേക്കിലെ പുതുരുചികൾ തേടിയുള്ള പരീക്ഷണങ്ങൾ ഓരോ ക്രിസ്മസ് കാലത്തും നടന്നുവരുന്നു. കേക്കിന് പരമ്പരാഗത രീതിയിൽ കൂട്ട് തയ്യാറാക്കുന്ന കേക്ക് മിക്സിംഗ് ചടങ്ങും ഇന്ന് പലയിടങ്ങളിലും വലിയ ആഘോഷമായി തന്നെ മാറിക്കഴിഞ്ഞു. നഗരഗ്രാമ ഭേദമില്ലാതെ ക്രിസ്മസ് പുതുവത്സര ആഘോഷ വിപണി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേക്ക് വിപണി സജീവമായി കഴിഞ്ഞു. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. കേക്ക് മുറിച്ചും പാപ്പയായി വേഷമിട്ടും തെരുവുമക്കളുടെ വേറിട്ട ക്രിസ്മസ് പുതുവത്സരാഘോഷം. നക്ഷത്രവും പുൽക്കൂടുമൊരുക്കിയും വിവിധ കലാപരിപാടികൾ നടത്തിയുമായിരുന്നു തെരുവുമക്കളുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം ആഘോഷഭരിതമായി മാറിയത്. 23 വർഷമായി തെരുവിന്റെ മക്കൾക്ക് ദിവസവും മുടങ്ങാതെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോമിയോ ഡോക്ടർ ജോജോ കെ ജോസഫ്, സീനിയർ സ്ട്രീറ്റ്മാൻ ജോസഫ് തക്കല എന്നിവരുടെ നേതൃത്വത്തിലാണ് തൃശൂർ MG റോഡിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. കേക്ക് വിതരണവും വിവിധ സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു. ക്രിസ്മസിന് മാത്രമല്ല, ഓണം, വിഷു, പുതുവത്സര ദിവസങ്ങളിലും തെരുവുമക്കളോടൊപ്പം ഡോക്ടർ ജോജോ കെ ജോസഫ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കൂടാതെ തെരുവിന്റെ മക്കളെ സർക്കസ് കാണിച്ചും ഇവർക്കൊപ്പം ബോട്ട് യാത്രകൾ നടത്തിയും പീച്ചി ഡാം, വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ എന്നിവ സന്ദർശനം നടത്തിയുമെല്ലാം വ്യത്യസ്തനാണ് ഡോക്ടർ ജോജോ കെ ജോസഫ്. തെരുവിൽ ഒരു കുടുംബമെന്ന ഡോക്ടറുടെ ആശയത്തിൽ നിന്നാണ് എല്ലാ ആഘോഷവും തെരുവിൽ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KF ബാബു, PTA വൈസ് പ്രസിഡന്റ് സോബി മാത്യു, സ്റ്റാഫ് സെക്രട്ടറി ബോബി പുതുക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 കിലോ കേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും MPTAയും ചേർന്ന് കേക്കൊരുക്കി. സുഹൃത്തിനെ ഇരുമ്പ് കമ്പി കൊണ്ട് തലയിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തെന്മല ആനന്ദഭവനിൽ അർജുനനെയാണ് ഇൻസ്പെക്ടർ G അജയകുമാർ അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കൊറ്റോളി കുറ്റിയിൽ വീട്ടിൽ ഷെല്ലിയെയാണ് പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഷെല്ലി തൃശൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇരുവരും വീട്ടിൽ പിണങ്ങി ഗുരുവായൂരിലെത്തി കൂലിപ്പണിയെടുത്ത് കഴിയുകയാണ്. ഇന്നർ റിംഗ് റോഡിൽ ഇരുന്ന് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് സംഘട്ടനം നടന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റിയുടെയും തിരുവില്ലാമല ഉത്സവ ആചാര സംരക്ഷണ കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് തിരുവില്ലാമലയിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ ഉദ്ഘാടനം ചെയ്തു. പറക്കോട്ടുകാവ് താലപ്പൊലി ചീഫ് കോർഡിനേറ്റർ സുരഭിൽ പൊന്നാത്ത് അധ്യക്ഷത വഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, CR നാരായണൻകുട്ടി, PK സുനിൽകുമാർ, TP ഗിരീശൻ, CV ദിനേശൻ, S രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 35 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് VK മോഹനൻ കാർഷിക സംസ്കൃതി ജനറൽ ബോഡി യോഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നിലവിൽ 28.20 രൂപയാണ് നെല്ലിന് താങ്ങുവിലയായി ലഭിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം 23 രൂപയും സംസ്ഥാന വിഹിതം 5.20 രൂപയുമാണ്. ഇത് തികച്ചും അപര്യാപ്തമാണെന്ന യോഗം വിലയിരുത്തി. VK മോഹനൻ കാർഷിക സംസ്കൃതി ചെയർമാൻ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KK രാജേന്ദ്രബാബു, ട്രഷറർ സിജോ പൊറുത്തൂർ, അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KV വസന്ത്കുമാർ, ജില്ലാ കോൾ കർഷക സംഘം ഓർഗനൈസിംഗ് സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ, ഡോക്ടർ CR LC, MP ഗോപിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ഭാരവാഹികളായി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ ചെയർമാനായും കെ കെ രാജേന്ദ്രബാബുവിനെ കൺവീനറായും സിജോ പൊറത്തൂരിനെ ട്രഷററായും കെ അരവിന്ദാക്ഷൻ മേനോനെ കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു. നമ്മുടെ ചെറിയ സാഹചര്യം വെച്ച് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ശരിയായിട്ട് സബ്സിഡി കിട്ടിയത്. സിപിഎം ഒല്ലൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ രാജേഷ്, എൻ ദിവാകരൻ, കെ വി സജു തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. 149 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. KKLM ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വെതർ ക്യാമ്പിന് മാള ജിബി ഫാമിൽ തുടക്കമായി. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരൂത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ അധ്യക്ഷനായി. ക്യാമ്പ് ഡയറക്ടർ ബിനോയ് വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി. കൊറിയയിലെ വൂമ ആർട്ട് ഗാലറി ഡയറക്ടർ മൂൺലി, ചിത്രകാരൻ യൂസഫ്, ചിത്രകാരി ബിന്ദി രാജഗോപാൽ, ചെന്നൈ കലാക്ഷേത്രയിലെ നർത്തകൻ ഹരിപത്മൻ, ജെറി മാത്യു എന്നിവർ സംസാരിച്ചു. ദക്ഷിണ കൊറിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും 10 വീതം ചിത്രകാരന്മാരാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. 27 വരെ ക്യാമ്പ് തുടരും. നമ്മൾ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന കാര്യങ്ങളും അവർ ഗ്രാസ്പ് ചെയ്യുന്നു, നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്ന നമ്മൾ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എത്ര ടെക്നിക്സ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, പെയിൻറ് എങ്ങനെ യൂസ് ചെയ്യണം, ബ്രഷ് എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ അവരെങ്ങനെ തിങ്ക് ചെയ്യണം, ഇങ്ങനത്തെ ഡിസ്കഷൻസൊക്കെ ഈ ക്യാമ്പിൽ നമ്മൾക്ക് ഉണ്ടാവും. ആർട്ടിൽ എങ്ങനെയൊക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരുടെ കൺട്രിയിൽ എന്തൊക്കെ അവർ എവിടെ നിൽക്കുന്നു, കണ്ടംപററി ആർട്ട് ഫീൽഡിൽ അവരെവിടെ നിൽക്കുന്നു, നമ്മളെവിടെ നിൽക്കുന്നു, ഇങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ ആയിരിക്കും ഈ ക്യാമ്പിൽ നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ചിത്രകാരന്മാരായ അജയ് സമീർ, അഖിലേഷ്, അർച്ചന രാജഗുരു, ജോങ് യോൻ, കിം ഓൺ, കൗൺലി കാൻഡി തുടങ്ങി നിരവധി ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. TCV ന്യൂസ്, മാള. പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ 13ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജോൺസൺ മാസ്റ്റർ സ്മൃതി സംഘടിപ്പിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സ്മൃതി സന്ധ്യ ജോൺസൺ മാസ്റ്ററുടെ സഹധർമ്മിണി റാണി ജോൺസൺ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറിയും സംഗീത സംവിധായകനുമായ ഔസേപ്പച്ചൻ, നടനും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ, ഫൗണ്ടേഷൻ ഭാരവാഹികളായ IP പോൾ, ലിയോ ലൂയിസ്, ജോൺസൺ മാസ്റ്ററുടെ സഹോദരങ്ങളായ ജോർജ്, ചാക്കോ തുടങ്ങിയവരും പങ്കെടുത്തു. ചടങ്ങിൽ ജോൺസൺ മാസ്റ്ററുടെ സ്മൃതിയോടനുബന്ധിച്ച് അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് നടന്ന ഗാനസന്ധ്യയിൽ പ്രശസ്ത പിന്നണി ഗായകരായ KK നിഷാദ്, മൃദുല വാര്യർ, ഇന്ദുലേഖ വാര്യർ തുടങ്ങിയവരോടൊപ്പം മത്സര വിജയികളും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഡോക്ടർ M ജയപ്രകാശിന്റെ 3ാം ചരമവാർഷിക ദിനം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസിനു മുൻപിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്മൃതി മണ്ഡപത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില പുഷ്പാർച്ചന നടത്തി. ചേംബർ സെക്രട്ടറി സോളി തോമസ്, ട്രഷറർ ഷൈൻ തറയിൽ, NI വർഗീസ്, PK ജലീൽ തുടങ്ങിയവർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ആരോഗ്യ മേഖലയിലെ സംഘടനകൾ സംയുക്തമായി വിവിധ ആശുപത്രികൾക്ക് മുന്നിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. തൃശൂരിൽ നടന്ന പ്രതിഷേധം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. BMS നേതാവ് AC കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജെയിംസ് റാഫേൽ, മുഹമ്മദ് ഷിഹാബ്, അബ്ദുൾ ജലീൽ, ലിയോ പയസ്, U സതീഷ് കുമാർ, നാരായണൻ എന്നിവർ സംസാരിച്ചു.
ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കല്ലേറ്റുംകര കഞ്ഞിക്കൂരയിൽ ഷെഫീഖിന്റെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ജാസിമാണ് മരിച്ചത്. ആളൂർ മാനാട്ടുകുന്ന് റോഡിലെ മാനാട്ടുകുന്ന് ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ആളൂർ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. ഇനി വാണിജ്യം. ചെറുകിട വസ്ത്രവ്യാപാര രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന മമ്മി ഡാഡി ഷോറൂമിൽ വമ്പിച്ച ക്രിസ്മസ് ഓഫറാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ശക്തൻ നഗർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിന്റെ 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന മമ്മി ഡാഡി ഷോറൂമിൽ ക്രിസ്മസ് ഓഫറിന്റെ ഭാഗമായി എല്ലാത്തരം വസ്ത്രങ്ങൾക്കും 70% വില കുറച്ചിട്ടുണ്ട്. 3 ടോപ്പുകൾക്ക് വെറും 200 രൂപ മാത്രം. കൂടാതെ നൈറ്റി 100 രൂപ, ഷർട്ട് 150 രൂപ, ജീൻസ് 300 രൂപ, ഒരു സാരിക്ക് ഒരു സാരി ഫ്രീ, പട്ടുസാരിക്ക് 200 രൂപ തുടങ്ങി അത്യാകർഷകങ്ങളായ ഓഫറുകളാണ് ഇവിടെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള എല്ലാത്തരം ട്രെൻഡി ഫാഷൻ വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ക്രിസ്മസ് പാപ്പാമാരുടെ വസ്ത്രങ്ങളും അതിവിശാലമായ ഷോറൂമിൽ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. കേരളത്തിലെ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണന രംഗത്തെ പ്രമുഖരായ വേണുസ് ഡിജിറ്റൽ ആർക്കേഡിൽ ഓണത്തോടനുബന്ധിച്ച് ലോയിഡ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തവർക്കായി സംഘടിപ്പിച്ച സ്പിൻ ആൻഡ് വിൻ ബിഗ് കോൺടെസ്റ്റിലെ വിജയിയായ ബിജേഷിന് ബമ്പർ സമ്മാനമായ മഹേന്ദ്ര ഥാർ കൈമാറി. ബമ്പർ സമ്മാന വിതരണ ചടങ്ങിൽ വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ, മാനേജിംഗ് പാർട്ണർ KV അജിതൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ KV ശ്രീരാഗ്, ജനറൽ മാനേജർ സുനിൽ കുമാർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേഷ് മാത്യു, ചാവക്കാട് സ്റ്റോർ മാനേജർ ഷിജിൽ, ലോയിഡ് റീജിയണൽ മാനേജർ പ്രിയേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൂടാതെ ക്രിസ്മസ് ഫെസ്റ്റിവൽ സെയിൽ പ്രമാണിച്ച് വേണുസിൽ ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയ്ക്ക് പലിശരഹിത വായ്പയും ക്യാഷ് ബാക്ക് ഓഫറുകളും ബ്രാൻഡ് ഓഫറുകൾക്ക് പുറമെ വേണുസിന്റെ സ്പെഷ്യൽ ഓഫറുകളും ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായി തൃശ്ശൂരും പാലക്കാട് എറണാകുളത്തുമായി 24 സ്റ്റോറുള്ള വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പ്രീമിയം കമ്പനികളുടെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പുകൾ, അതിൻ്റെ ആക്സറീസ്, അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ റെസിഡൻസിലായാലും കമേഴ്സിലായാലും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യുന്നതിന് പലിശരഹിത വായ്പയോടുകൂടി എല്ലാ കമ്പനികളായിട്ടും ടൈപ്പായിട്ട്, അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫറും ദീർഘകാല സർവീസും അതുപോലെ തന്നെ ദീർഘകാല വാറണ്ടിയും എക്സ്ട്രാ വാറണ്ടിയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളേവരെയും വേണുസ് ഡിജിറ്റൽ ആർക്കേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും വേണുസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇയർ ആൻഡ് സെയിൽ പ്രമാണിച്ച് ജർമ്മൻ ബ്രാൻഡായ ബോഷിന്റെ ഗൃഹോപകരണങ്ങൾ ഇനി കിടിലൻ ഓഫറിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. കൂടാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി ഒട്ടനവധി ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ സുവർണാവസരം ഉണ്ടായിരിക്കും. ഈ ഓഫർ ഡിസംബർ 31 വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56720 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3194 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ 9 തീരദേശ പഞ്ചായത്തുകളിൽ അടിയന്തരമായി കുടിവെള്ളം എത്തിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നാട്ടിക ഫർക്ക പദ്ധതിക്ക് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലേക്കാണ് കുടിവെള്ളം ഉറപ്പുവരുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. വാട്ടർ അതോറിറ്റിക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുമാണ് നിർദ്ദേശം.
തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തെന്ന പരാതിയിൽ പോലീസ് നടപടി തുടങ്ങി. വരാഹി അസോസിയേറ്റ് സിഇഒ അഭിജിത്തിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു. പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി പശുക്കുട്ടിയെ കൊന്നു. മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷം. ഭീതിയിൽ പാലപ്പിള്ളി നിവാസികൾ. പുലിയെത്തിയ സ്ഥലത്ത് വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു. മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന ഉണ്ടാക്കാനാണ് ബിജെപി RSS ശ്രമമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയത എന്ന വാക്ക് ഉച്ചരിക്കാൻ RSSന് അവകാശമില്ലെന്നും ബിനോയ് വിശ്വം. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ച ഭാഗത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ച് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. ലോക് അദാലത്തിന്റെ തീർപ്പ് പ്രകാരം നഗരസഭയും പോലീസുമാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.